ഹായ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളർ പാർട്ട് 5 ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. നമ്മൾ ഡെസിമൽ അഡ്ജസ്റ്റ് ആഫ്റ്റർ അഡിഷനും ഡെസിമൽ അഡ്ജസ്റ്റ് ആഫ്റ്റർ സബ്ട്രാക്ഷനും വരെയാണ് നിർത്തിയിരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ആസ്കി അഡ്ജസ്റ്റ് ആഫ്റ്റർ അഡിഷൻ എന്നുള്ള അടുത്ത അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പൊ ആസ്കി അഡ്ജസ്റ്റ് ആഫ്റ്റർ അഡിഷൻ, ആസ്കി അഡ്ജസ്റ്റ് ആഫ്റ്റർ സബ്ട്രാക്ഷൻ, ആസ്കി അഡ്ജസ്റ്റ് ആഫ്റ്റർ മൾട്ടിപ്ലിക്കേഷൻ, ആസ്കി അഡ്ജസ്റ്റ് ബിഫോർ ഡിവിഷൻ. ഇവിടെ എന്താണ് ബിഫോർ ഡിവിഷൻ ആണ്, അതൊന്ന് നോട്ട് ചെയ്യുക. ബാക്കിയെല്ലാം ആഫ്റ്റർ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്, പക്ഷെ സബ് ഡിവിഷൻ മാത്രം നമ്മൾ ബിഫോർ ആണ് ചെയ്യുന്നത്. അപ്പൊ ആസ്കി അഡ്ജസ്റ്റ് ആഫ്റ്റർ അഡിഷൻ എന്താണ് ചെയ്യുന്നത്? അതായത് നമുക്ക് ഡെസിമൽ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡെസിമലിലോട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഓരോ വേർഡ്സിനും അല്ലെങ്കിൽ ഓരോ ആൽഫബറ്റ്സിനും ഓരോ നമ്പേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ആസ്കി വാല്യൂസ് ഉണ്ട്. ഈ ആസ്കി വാല്യൂസിലേക്ക് നോർമൽ അഡീഷന് ശേഷം എങ്ങനെയായിരിക്കും വാല്യൂനെ മാറ്റുന്നതെന്ന് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. അപ്പം നമുക്ക് ആസ്കി അഡ്ജസ്റ്റ് ആഫ്റ്റർ അഡീഷൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമുക്കറിയാം 0 to 9 എന്നുള്ള ഡെസിമൽ നമ്പേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി വാല്യൂസ് റേഞ്ചിങ് ഫ്രം 30 to 39H ആയിരിക്കും. അപ്പോൾ ഹെക്സാ ഡെസിമൽ 30 to 39H ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് 0ക്ക് 30, 1ന് 31, 2ന് 32, അപ് ടു 9ന് 31. ഇതായിരിക്കും ഈ 0 to 9 വരെയുള്ള വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി വാല്യൂസ്. അപ്പം നമ്മൾ സാധാരണ അഡിഷൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആസ്കി അഡ്ജസ്റ്റ് ആഫ്റ്റർ അഡിഷൻ ചെയ്യുന്നത്. അപ്പോൾ സാധാരണ അഡിഷനിൽ കിട്ടുന്ന വാല്യൂ നിന്ന് നമുക്ക് ആസ്കി അഡിഷനിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട് തരും. അപ്പോൾ നോക്കിക്കോണം, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. മൂവ് AL, 34H. അപ്പോൾ 34ന്റെ ആസ്കി വാല്യൂ എന്താണ്? 4 ആണ് അല്ലേ? 30, 0, 31, 1, അങ്ങനെ 34ന് 4 ആണ്. അതുപോലെ നമ്മൾ 38Hനെ CLലോക്ക് മൂവ് ചെയ്തു. മൂവ് CL, 38H. അപ്പോൾ 38H എന്നുള്ളത് CLൽ വന്നു. അപ്പം ആസ്കി ഓഫ് 8 ആണെന്ത്? 38. ഇനി നമ്മൾ ആഡ് AL, CL ചെയ്യാണ്. അപ്പം ALൽ എന്ത് ചെയ്യും? ഇതിന്റെ റിസൾട്ട്, അഡീഷൻ കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ALൽ സ്റ്റോർ ചെയ്യും. അപ്പം നമുക്ക് ആഡ് ചെയ്യാം. 34 പ്ലസ് 38 is 8 plus 4, 12. 12 in hex is C. So C, then 3 plus 3 is 6. അപ്പം നമുക്ക് 6C എന്ന് കിട്ടി. അപ്പം ഈ ALലെ ഈ റിസൾട്ട്, AL എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് ആണ്. ലോവർ ഓർഡറും ഉണ്ട്, ലോവർ 4 ബിറ്റ്സും ഉണ്ട്, ലോവർ നിബിളും ഉണ്ട്, അപ്പർ നിബിളും ഉണ്ട്. അപ്പോൾ ഈ ലോവർ നിബിളും അപ്പർ നിബിളും ചെക്ക് ചെയ്യും. അപ്പോഴത്തേക്കും നമ്മൾ 6C എന്നുള്ള ആൻസർ അക്യുമുലേറ്ററിൽ ഇപ്പോൾ ഉണ്ട്. എന്താണ്? ലോവർ നിബിളിൽ സിയും അപ്പർ നിബിളിൽ 6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസും ആണ് ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇനി നമ്മുടെ ആസ്കി അഡ്ജസ്റ്റ് ആഫ്റ്റർ അഡിഷൻ എന്നുള്ള ഓപ്പറേഷൻ പെർഫോം ചെയ്യാണ് AAA. അപ്പം അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അത് ലോവർ നിബിൾ ആദ്യം ചെക്ക് ചെയ്യും. ഈ ലോവർ നിബിൾ ഗ്രേറ്റർ ദാൻ 9 ആണോ എന്ന് ചെക്ക് ചെയ്യും. ഗ്രേറ്റർ ദാൻ 9, അപ്പോൾ ഇപ്പോൾ 6C ആണ്, അപ്പോൾ ലോവർ നിബിൾ 12 ആണ് അല്ലേ? അപ്പോൾ അത് ഗ്രേറ്റർ ദാൻ 9 ആണ്. അല്ലെങ്കിൽ ഓക്സിലറി ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്തോ എന്ന് ചെക്ക് ചെയ്യും. അതായത് ഇവിടെ നിന്ന് 4th നിബിളിൽ നിന്ന് അഡിഷൻ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങോട്ടൊരു ക്യാരി വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? AL ഈക്വൽ ടു AL പ്ലസ് 06. അക്യുമുലേറ്ററിന്റെ കണ്ടന്റ് കൂടെ 06 എന്നുള്ള കണ്ടന്റ് ആഡ് ചെയ്യും. അതുപോലെ തന്നെ ഈ AL രജിസ്റ്ററിൽ 6 ആഡ് ചെയ്യുന്നതിനോടൊപ്പം AH രജിസ്റ്ററിൽ എന്ത് ആഡ് ചെയ്യും? ഒരു 1 ഇൻക്രിമെന്റ് ആവും. അപ്പൊ നമുക്കറിയാം AX എന്ന് പറഞ്ഞാൽ ഒരു 16 ബിറ്റ് രജിസ്റ്റർ ആണ്. അതിന്റെ ലോവർ ഓർഡർ ആണെന്ത്? ALഉം ഹയർ ഓർഡർ ആണെന്ത്? AH. അപ്പം ലോവർ ഓർഡറിൽ എന്ത് സംഭവിക്കും? ആസ്കി അഡ്ജസ്റ്റ് ആഫ്റ്റർ അഡീഷനകത്ത് ALന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 9 ഓർ ഓക്സിലറി ക്യാരി ഫ്ലാഗ് 1 ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ALന്റെ കൂടെ ഒരു 6 ആഡ് ചെയ്യും. അതിനുശേഷം AHലെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. ദെൻ ഓക്സിലറി ക്യാരി ഫ്ലാഗും ക്യാരി ഫ്ലാഗിന്റെ വാല്യൂ ഈ ഓപ്പറേഷന് ശേഷം എന്തായിട്ട് സെറ്റ് ചെയ്യും? 1 ആയിട്ട് സെറ്റ് ചെയ്യും. ഇത് ആസ്കി അഡ്ജസ്റ്റ് ആഫ്റ്റർ അഡിഷന്റെ കേസിൽ ഈ ഒരു കേസ് വന്നാൽ ഓട്ടോമാറ്റിക്കലി ഓക്സിലറി ക്യാരി ഫ്ലാഗും എന്തായിട്ട് സെറ്റ് ചെയ്യും? 1 സെറ്റ് ചെയ്യും. ഇതല്ല കണ്ടീഷൻ എന്നുണ്ടെങ്കിൽ ഓക്സിലറി ക്യാരിയും ക്യാരി ഫ്ലാഗും എന്തായിരിക്കും? 0 ആയിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. ഇനി ഹയർ നിബിൾ ഓഫ് AL ഈസ് ക്ലിയർഡ്. എന്നിട്ട് ഇതിന് അഡീഷൻ ചെയ്തതിന് ശേഷം ലോവർ നിബിള് നമുക്കൊരു വാല്യൂ കിട്ടും. ഹയർ നിബിൾ എന്ത് ചെയ്യും? അങ്ങ് ഓട്ടോമാറ്റിക്കലി ക്ലിയർ ആവും. എന്നിട്ട് AH എന്നാവും, ഒന്ന് ഇൻക്രിമെന്റ് ആവും.
ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്താണ്? 6C ആണ്. അപ്പൊ ലോവർ നിബിൾ ചെക്ക് ചെയ്തപ്പം C എന്ന് വന്നാൽ ഗ്രേറ്റർ ദാൻ 9 ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ എയിലെ കണ്ടന്റ് കൂടെ 6 ആഡ് ചെയ്യുക. 6 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 + 12 അല്ലേ? 12 എന്ന് പറഞ്ഞ് 12 + 6 18 ആണ്. 18 കറസ്പോണ്ടിങ് ഹെക്സ് എന്ന് പറയുമ്പോഴത്തേക്കും 1 2 വരും അല്ലേ? 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1 വിത്ത് റിമൈൻഡർ 2, സോ 1 2. സോ 2 വിത്ത് ക്യാരി 1 ആണ് നമ്മുടെ ആൻസർ അല്ലേ? അപ്പൊ 6 + 1 7, 72H ആണ് നമ്മുടെ എന്ത് ALലെ ആൻസർ. അപ്പൊ നമുക്കിനി എന്താ ചെയ്യേണ്ടത്? ഇനി ഓക്സിലറി ക്യാരി ഫ്ലാഗും എന്ത് ചെയ്യും? സെറ്റ് ആവും. പിന്നെന്താണ്? ഹയർ നിബിൾ ഓൾറെഡി എന്താവും? ക്ലിയർ ആവും. ALലെ ഹയർ നിബിൾ എന്താവും? ക്ലിയർ ആവും. ദാറ്റ് ഈസ് 0 2 ആണ് നമ്മുടെ ALലെ കണ്ടന്റ്. ഇനി AHലെ കണ്ടന്റ് എന്താന്നാ പറഞ്ഞേ? 1 ഇൻക്രിമെന്റ് ചെയ്യും ഇല്ലേ? അപ്പൊ നമുക്ക് കറസ്പോണ്ടിങ് വാല്യൂസ് എന്താ കിട്ടുന്നത്? AHല് 0 1 1 ഇൻക്രിമെന്റിന് ശേഷം ALലെ 6 ആഡ് ചെയ്ത് ലോവർ ഹയർ നിബിൾ ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താ? 0 1 0 2. അപ്പൊ നമുക്ക് ഇതായിരിക്കും നമ്മുടെ AX രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തേക്കുന്ന വാല്യൂ. അപ്പൊ ഈ വാല്യൂ നമുക്ക് എന്താണ് അതിന്റെ കറസ്പോണ്ടിങ് ASCII വാല്യൂസ് കണ്ടുപിടിക്കാൻ ഡിഫിക്കൽട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഓട്ടോമാറ്റിക്കലി മ്യൂപ്പി എന്ത് ചെയ്യും? ഇതിന്റെ കൂടെ ഈ AX രജിസ്റ്ററിന്റെ കൂടെ 3030 എന്നുള്ളൊരു ടേം അങ്ങ് ആഡ് ചെയ്യും. 30 ആഡ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ്? 31 32 എന്നുള്ളതായിരിക്കും എന്ത് AXൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ. അപ്പൊ AXൽ 31 32 എന്ന് പറഞ്ഞാൽ 31 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാ? 1ന് കറസ്പോണ്ടിങ്. 32 എന്ന് പറഞ്ഞാൽ എന്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാ? 2ന് കറസ്പോണ്ടിങ്. അപ്പൊ ഈ 1നും 2നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ASCII വാല്യൂസ് ഈ AXൽ എന്ത് ചെയ്ത് വെക്കും? സ്റ്റോർ ചെയ്ത് വെക്കും. അതായത് നമുക്ക് 1 2 ആണ് കിട്ടേണ്ടതെന്ന് എങ്ങനെ മനസ്സിലാവും? നമ്മൾ എടുത്ത വാല്യൂസ് ഏതൊക്കെയാ? 4 8 ആണ് ഡെസിമൽ വാല്യൂ. അപ്പൊ 4 + 8 നമുക്ക് എത്രയാണ് കിട്ടേണ്ടത്? 12 ആണ് കിട്ടേണ്ടത്. പക്ഷേ ASCIIൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് AXൽ സ്റ്റോർ ചെയ്തേക്കുന്ന വാല്യൂ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ASCII വാല്യൂസ് ആയിരിക്കും. ദാറ്റ് ഈസ് 31 and 32. ക്ലിയർ ആണല്ലോ? ഇതാണ് ASCII അഡ്ജസ്റ്റ് ആഫ്റ്റർ അഡിഷൻ. നെക്സ്റ്റ് ഈസ് ASCII അഡിഷൻ ആഫ്റ്റർ സബ്ട്രാക്ഷൻ. ആഫ്റ്റർ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ അഡിഷൻ ഇപ്പം പഠിച്ചില്ലേ, അതുപോലെ തന്നെയാണ് സബ്ട്രാക്ഷന്റെ പ്രോസസ്സും. സെയിം പ്രോസസ്സാണ്. അവിടെ നമ്മൾ ലോവർ നിബിൾ ഗ്രേറ്റർ ദാൻ 9 ആകുമ്പോൾ 6 ആഡ് ചെയ്തു. ഇവിടെ 6 സബ്ട്രാക്ട് ചെയ്യും. വേറെ ഡിഫറൻസ് ഒന്നുമില്ല. അതുപോലെ AHലെ കണ്ടന്റ് അവിടെ 1 ഇൻക്രിമെന്റ് ചെയ്തുവെങ്കിൽ ഇവിടെ AHലെ കണ്ടന്റ് 1 ഡിക്രിമെന്റ് ചെയ്യും. വേറെ എല്ലാ ഓപ്പറേഷൻസും ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നതും ഓക്സിലറി ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നതും എല്ലാം എന്താണ്? ASCII അഡ്ജസ്റ്റ് ആഫ്റ്റർ അഡിഷൻ പോലെ തന്നെയായിരിക്കും. ദ ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് നമ്മൾ അവിടെ ആഡ് ചെയ്യുന്നതിന് പകരം ഇവിടെ എന്ത് ചെയ്യും? 6 സബ്ട്രാക്ട് ചെയ്യും. അതുപോലെ അവിടെ AH എന്നുള്ള രജിസ്റ്റർ 1 ഇൻക്രിമെന്റ് ചെയ്യുന്നതിന് പകരം ഇവിടെ AH എന്നുള്ള രജിസ്റ്റർ 1 ഡിക്രിമെന്റ് ചെയ്യും. അപ്പൊ ക്ലിയർ ആണല്ലോ? ASCII അഡ്ജസ്റ്റ് അഡിഷനും ASCII അഡ്ജസ്റ്റ് ആഫ്റ്റർ സബ്ട്രാക്ഷനും. നെക്സ്റ്റ് ഓപ്പറേഷൻ ആണ് ASCII അഡ്ജസ്റ്റ് ആഫ്റ്റർ മൾട്ടിപ്ലിക്കേഷൻ. അത് ഒരു എക്സാമ്പിളോടെ നോക്കാം. അപ്പൊ നമുക്കറിയാം ASCII അഡ്ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ആണ്. മറ്റേതിനെ പോലെ വലിയ സ്റ്റെപ്സ് ഒന്നുമില്ല. നമുക്ക് എളുപ്പം ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. നമ്മൾ ALലോട്ട് 04 എന്നുള്ള കണ്ടന്റ് മൂവ് ചെയ്തു. മൂവ് AL, 04 എന്ന് പറഞ്ഞാൽ 04ലെ കണ്ടന്റ് 04 എന്നുള്ള വാല്യൂ ALൽ കിട്ടി. AL ഒരു എന്താണ്? 8 ബിറ്റ് രജിസ്റ്റർ ആണ്. BL എന്താണ്? 09 BLലോട്ട് പോയി. BLും ഒരു 8 ബിറ്റ് രജിസ്റ്റർ ആണ്. അപ്പൊ നമുക്ക് മൾ BL എന്ന് കൊടുത്താൽ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ നടക്കും. അതായത് 4ഉം 9ഉം കൂടെ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. പക്ഷേ നമുക്ക് കറസ്പോണ്ടിങ് എന്താണ്? ഹെക്സാ ഡെസിമൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് മ്യൂപ്പി പെർഫോം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആൻസർ അറിയാം. 4ന് കറസ്പോണ്ടിങ് 4 9s are 36 ആണ് അല്ലെ? 36 എന്ന് പറഞ്ഞ ഒരു ഹെക്സാ ഡെസിമലിനോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? 36 divided by നമ്മൾ 16 ചെയ്യും. അപ്പോൾ 16 2s are 32, റിമൈൻഡർ 4 അല്ലേ? അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും? 24 in ഹെക്സാഡെസിമൽ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 24H. അതായത് നമുക്ക് മൾട്ടിപ്ലിക്കേഷന് ശേഷം കിട്ടുന്നത് ഒരു 2 8 ബിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് ഒരു 16 ബിറ്റ് നമ്പർ ആയിരിക്കും. സോ അതിന്റെ ആൻസർ AHAL, ഹയർ ഓർഡർ AHലും ലോവർ ഓർഡർ എവിടെ ആയിരിക്കും? ALലും ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷന്റെ റിസൾട്ട് AHAL രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് AX രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യുന്നത്? നമ്മൾ ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പോകണം.
ASCII adjust after multiplication. ASCII adjust after multiplication എന്തായിരിക്കും ചെയ്യുന്നത്? ഒന്നുമില്ല, നമുക്കറിയാം 4 9s are എത്രയാണ്? 36 അല്ലേ? ഈ 6 വൺസ് എത്ര ആണ് ഇതിനകത്ത്? ടെൻസ് എത്രയാണ്? വൺസ് എന്ന് പറഞ്ഞാൽ 6 ആണ്. ടെൻസ് ഡെസിമൽ എഴുതി കഴിയുമ്പോൾ വൺസ് പൊസിഷനിൽ വരുന്നത് 6 ആണ്. ടെൻസ് പൊസിഷനിൽ വരുന്നത് ഏതാണ്? 3 ആണ് അല്ലേ? അപ്പൊ ഈ 6 എന്നുള്ള വാല്യൂ എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും? എയിലോട്ട് സ്റ്റോർ ചെയ്യും. എച്ചിലോട്ട് ഏത് വാല്യൂ സ്റ്റോർ ചെയ്യും? 3 എന്നുള്ള എത്ര ടെൻസ് ആണോ ഉള്ളത് അത് എച്ചിലോട്ട് സ്റ്റോർ ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? 36 എന്നുള്ള ഒരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ASCII adjust after multiplication. അപ്പൊ നമുക്ക് നോർമലി കിട്ടിയ വാല്യൂ നിന്ന് കറസ്പോണ്ടിങ് ASCII വാല്യൂയിലിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. അഡ്ജസ്റ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ വാല്യൂവിന്റെ നോർമലായിട്ട് കിട്ടേണ്ട വാല്യൂസിന്റെ ടെൻസിലെ പൊസിഷൻ എച്ചിലും വൺസിലെ പൊസിഷൻ എയിലോട്ടും എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. ഇത്രയേ ഉള്ളൂ എന്ത്? ASCII adjust after multiplication. ഇനി നെക്സ്റ്റ് ASCII adjust before division. അത് നമ്മൾ ഡിവിഷന് മുമ്പാണ് ചെയ്യുന്നതെന്ന് മാത്രം ഓർത്തിരിക്കുക. അതും ASCIIയിലേക്ക് എന്ത് ചെയ്യും? നമ്മുടെ വാല്യൂസിനെ ASCIIയിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഡിവിഷൻ ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് ASCII ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള arithmetic operations. നെക്സ്റ്റ് ഒരു പോയിന്റും കൂടെ ഓർത്തിരിക്കുക. All ASCII adjust instructions are also called unpacked BCD arithmetic instructions. അപ്പൊ എല്ലാ ASCII adjust instructions എന്തെന്ന് വിളിക്കാം? unpacked BCD arithmetic instruction. നമ്മൾ packed BCD numbers അല്ല ഉപയോഗിക്കുന്നത്, unpacked BCD numbers ആണ് ഉപയോഗിക്കുന്നത്. So it is also called unpacked BCD arithmetic instruction. Clear ആണല്ലോ? Next is ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ്. ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് പറയുമ്പോഴത്തേക്കും സിമ്പിൾ ആണ്. നമ്മൾ ഒരു പെർഫോം ചെയ്യുന്ന നമ്മൾ ലോജിക് ഗേറ്റ്സ് പെർഫോം ചെയ്യുന്ന അതേ ഫങ്ഷൻസ് എന്താണ് നമുക്ക് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് വഴി എക്സിക്യൂട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്? നോട്ട് എന്നുള്ള ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സോഴ്സ് മാത്രം സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഈ സോഴ്സിലെ കണ്ടന്റ് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അതിന്റെ എന്ത് ചെയ്യും? കോംപ്ലിമെന്റ് ആയിരിക്കും പിന്നെ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പൊ നോക്കിക്കേ, ഇറ്റ് കോംപ്ലിമെന്റ്സ് ഈച്ച് ബിറ്റ് ഓഫ് സോഴ്സ് ടു പ്രൊഡ്യൂസ് വൺസ് കോംപ്ലിമെന്റ് ഓഫ് ദി സ്പെസിഫൈഡ് ഓപ്പറൻഡ്. ദ ഓപ്പറൻഡ് ക്യാൻ ബി രജിസ്റ്റർ ഓർ മെമ്മറി ലൊക്കേഷൻ. നമുക്ക് രജിസ്റ്റർ എടുക്കാം, മെമ്മറി ലൊക്കേഷൻ എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം. നോട്ട് AX എന്ന് കൊടുത്തു കഴിഞ്ഞാൽ AXൽ ഇരിക്കുന്ന കണ്ടന്റിന്റെ കോംപ്ലിമെന്റ് ആയിട്ട് എന്ത് ചെയ്യും? ആ AX തന്നെ റീപ്ലേസ് ചെയ്ത് വെക്കും. ഓക്കെ ആണല്ലോ? ഇപ്പൊ 0 0 1 0 ആണ് ഇരിക്കുന്നതെങ്കിൽ 1 1 0 0 ആയിട്ട് എന്ത് ചെയ്യും? അത് കോംപ്ലിമെന്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യും. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ ഇസ് ആൻഡ് ഓപ്പറേഷൻ. ആൻഡിന് നമ്മൾ ഡെസ്റ്റിനേഷനും സോഴ്സും എന്ത് ചെയ്ത് കൊടുക്കണം? സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഈ ഡെസ്റ്റിനേഷനിലുള്ള കണ്ടന്റും സോഴ്സിലുള്ള കണ്ടന്റും എന്ത് ചെയ്യും? എടുത്തിട്ട് രണ്ടും കൂടെ എന്ത് ചെയ്യും? ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ഇറ്റ് പെർഫോംസ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് ഡെസ്റ്റിനേഷൻ ആൻഡ് സോഴ്സ്. സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ആവാം. ക്യാൻ ബി ഇമീഡിയറ്റ് നമ്പർ. നമുക്ക് ഒരു നമ്പർ അസച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു രജിസ്റ്ററിൽ ഉള്ള വാല്യൂസിനെ എടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും മെമ്മറി ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്യാം. ഡെസ്റ്റിനേഷൻ ക്യാൻ ബി എന്താണ്? ഡെസ്റ്റിനേഷൻ ഒരിക്കലും ഒരു നമ്പർ ആവാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു രജിസ്റ്ററോ ഒരു മെമ്മറി ലൊക്കേഷനോ ആവാം. ബോത്ത് ഓപ്പറൻസ് cannot be memory locations at the same time. ഇതിനൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്. എന്താണ്? രണ്ട് ഓപ്പറൻസും cannot be മെമ്മറി. നമുക്ക് രണ്ട് മെമ്മറി ലൊക്കേഷൻസ് ഒരിക്കലും സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. ഒന്ന് രജിസ്റ്ററും ഒന്ന് മെമ്മറി ലൊക്കേഷനും ആവാം, അല്ലാതെ രണ്ടും മെമ്മറി ലൊക്കേഷൻസ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ ക്യാരി ഫ്ലാഗും ഓവർഫ്ലോ ഫ്ലാഗും 0 ആകും after this and operation. Then parity flag, sign flag, 0 flags are updated. ഓക്കെ ആണല്ലോ? ഒരു എക്സാമ്പിൾ നോക്കിയാൽ നമുക്ക് ഈ പല രീതിയിൽ കൊടുക്കാന്നുള്ളതാ. ഫസ്റ്റ് വൺ എന്താണ്? ആൻഡ് AX, 008H. അതായത് 008H എന്നുള്ള ഇമ്മീഡിയറ്റ് ഡേറ്റ നമ്മൾ കൊടുത്തു. AXലെ കണ്ടന്റുമായിട്ട്, AXലെ 16 ബിറ്റ് കണ്ടന്റുമായിട്ട് അത് എന്ത് ചെയ്യും? ആൻഡ് ഓപ്പറേഷൻ നടത്തിയിട്ട് AXൽ തന്നെ അത് സ്റ്റോർ ചെയ്ത് വെക്കും. ആൻഡ് AX, BX നമുക്ക് രണ്ട് രജിസ്റ്റേഴ്സ് കൊടുക്കാം. ദെൻ AX, 5000H നമുക്ക് ആ മെമ്മറി ലൊക്കേഷനിലെ കണ്ടന്റ്, ആ മെമ്മറി ലൊക്കേഷൻ ആണ് അതിന്റെ ഓഫ്സെറ്റ് ആണ് ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത്. ഈ ഓഫ്സെറ്റ് വെച്ചിട്ട് അതിന്റെ ഫിസിക്കൽ അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്ത് ആ മെമ്മറി ലൊക്കേഷനിലെ കണ്ടന്റ് എടുത്തുകൊണ്ട് AXലുമായിട്ട് എന്ത് ചെയ്യാം? ആൻഡ് ചെയ്യാം. ദെൻ ആൻഡ് മെമ്മറി ലൊക്കേഷൻ ഒരു DX, ഒരു രജിസ്റ്ററും മെമ്മറി ലൊക്കേഷനും എടുക്കാം. ഈ മെമ്മറി ലൊക്കേഷനിൽ
കണ്ടന്റിനെ DXലെ കണ്ടന്റുമായിട്ട് ഓർ ചെയ്ത് ആ മെമ്മറി തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഈ 4 ഓപ്പറേഷൻസ് എന്താണ് പോസിബിൾ ആണ്. പക്ഷെ രണ്ടും എന്താവാൻ പാടില്ല, മെമ്മറി ലൊക്കേഷൻസ് ആവാൻ പാടില്ല. അപ്പൊ നോക്കിക്കേ ഒരു എക്സാമ്പിൾ, ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിയേ. ആൻഡ് 0008H ഉം then AXലെ കണ്ടന്റ്. AXലെ കണ്ടന്റ് 3F0F ആണെന്ന് വെച്ചോ. അതിന് കറസ്പോണ്ടിങ് നമുക്കൊരു വാല്യൂ തന്നിട്ടുണ്ട് 008. അപ്പൊ രണ്ടും കൂടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പൊ 3F0F ന് കറസ്പോണ്ടിങ് ബൈനറി റെപ്രസെന്റേഷൻ 3 ആകുമ്പോൾ 0011, F ആകുമ്പോൾ 11111, 0 ആകുമ്പോൾ 000, F ആകുമ്പോൾ again FF 1111 അല്ലെ. പിന്നെ 0008 ആണ്. അപ്പൊ 0008 ആകുമ്പോൾ 100. അപ്പൊ ഇനി ഇത് എന്ത് ചെയ്യും, ഇത് നമുക്ക് ആൻഡ് ഓപ്പറേഷൻ ചെയ്യാം അല്ലെ. ആൻഡ് ഓപ്പറേഷൻ അറിയാലോ, 101 ആണ്, 100 ആണ്, 100 100 11 വരുമ്പോൾ മാത്രം എന്ത് കിട്ടും, നമുക്ക് 1 വരും. ബാക്കി എല്ലാ കേസിലും ആൻസർ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് കിട്ടി, 08H. ഈ 08H എവിടെ സ്റ്റോർ ചെയ്ത് വെക്കും, സോഴ്സ് രജിസ്റ്റർ എവിടെയാണോ അവിടെ തന്നെ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്തു. ഇതുപോലെയാണ് ബാക്കിയുള്ള ലോജിക്കൽ ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നത്. ഓർ ആണെങ്കിൽ എന്താണ്, കറസ്പോണ്ടിങ് ഓർ ഓപ്പറേഷൻ, ഓറിന്റെ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് അത് നമുക്ക് ലോജിക്ക് റിയലൈസ് ചെയ്യാം ഇല്ലേ. ഓറിന്റെ ട്രൂത്ത് ടേബിൾ അറിയാലോ, 1 + 0 1 ആണ്, 0 + 1 1 ആണ്, then 1 + 1 1 ആണ്, 0 + 0 എന്താണ്, 0 ആണ്. ആ രീതിയിൽ ഓർ ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യും. അതാണ് ഓറിന്റെ കാര്യം. ഈ പറഞ്ഞ പോലെ തന്നെ ഡെസ്റ്റിനേഷനും സോഴ്സും സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഓപ്പറേഷന് പകരം ഓർ ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവിടെയും സെയിം ആണ്. ക്യാരി ഫ്ലാഗും ഓക്സിലറി ഓവർഫ്ലോ ഫ്ലാഗും 0 ആവും. then these flags are updated. അപ്പൊ രണ്ട് ഡെസ്റ്റിനേഷൻ ക്യാൻ ബി രജിസ്റ്റർ ഓർ മെമ്മറി ലൊക്കേഷൻ. പക്ഷേ മെമ്മറി ലൊക്കേഷൻസ് രണ്ടും ഡെസ്റ്റിനേഷനും സോഴ്സും എന്താവാൻ പാടില്ല, മെമ്മറി ലൊക്കേഷൻ ആവാൻ പാടില്ല. അതുപോലെ തന്നെ ആൻഡിനെ പോലെ തന്നെ, പക്ഷെ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഓർ ആണ്. നെക്സ്റ്റ് എക്സോർ ആകുമ്പോഴും എന്താണ്, സിമിലർലി തന്നെ എന്താണോ ആൻഡ് ഓറും ചെയ്തത് അതുപോലെ തന്നെ എക്സോർ ചെയ്യും. എക്സോറിന്റെ ട്രൂത്ത് ടേബിൾ അനുസരിച്ചായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എക്സോറിന്റെ കണ്ടീഷൻ എന്താണ്, ഓർ പോലെ തന്നെ, പക്ഷെ 1 + 1 എന്തായിരിക്കും, 0 ആയിരിക്കും. ബാക്കിയെല്ലാം ഓർ പോലാണ് അല്ലെ. അപ്പൊ എക്സോർ പെർഫോം ചെയ്യും. അതെന്ന് പറഞ്ഞാല് നേരത്തെ പോലെ തന്നെ നമുക്ക് രണ്ട് സോഴ്സും ഡെസ്റ്റിനേഷനും കൊടുക്കണം. പിന്നെ എന്താണ്, രണ്ട് മെമ്മറി ലൊക്കേഷൻ ആവാൻ പാടില്ല. ഈ ഫ്ലാഗ്സ് തന്നെ എഫക്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ ആണ് എന്ത്, ടെസ്റ്റ് ഡെസ്റ്റിനേഷൻ കോമ സോഴ്സ്. ഇപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആൻഡ് ഓപ്പറേഷൻ തന്നെയാണ്. ടെസ്റ്റ് എന്ന് കാണുമ്പോൾ അത് എന്ത് തന്നെയാണ് ചെയ്യുന്നത്, ആൻഡ് ഓപ്പറേഷൻ തന്നെയാണ് ചെയ്യുന്നത്. but the only difference is that it is non-destructive and means destination is not modified, only flags are affected. അപ്പൊ നമ്മൾ ചെയ്യുന്ന ആൻഡ് ഓപ്പറേഷൻ ചെയ്തിട്ട് നമ്മൾ റിസൾട്ട് ഡെസ്റ്റിനേഷനിൽ സ്റ്റോർ ചെയ്യും. പക്ഷെ ഇവിടെ ആണെങ്കിൽ അങ്ങനെയല്ല, ആ ഫ്ലാഗ്സ് എന്ത് ചെയ്യും, മോഡിഫൈഡ് ആവും. കറസ്പോണ്ടിങ് ഫ്ലാഗ്സ് ആണ് മോഡിഫൈഡ് ആവുന്നത്, അല്ലാതെ റിസൾട്ട് ഡെസ്റ്റിനേഷനിൽ എന്തിരിക്കുന്ന വാല്യൂ, ഡെസ്റ്റിനേഷനിൽ എന്ത് വാല്യൂ ആണോ ഇപ്പോൾ ഉള്ളത് അതിന് ഒരിക്കലും ഒരു മാറ്റം സംഭവിക്കത്തില്ല, അത് അതുപോലെ തന്നെ ഇരിക്കും. പക്ഷേ ഈ ടെസ്റ്റ് ഓപ്പറേഷൻ ചെയ്തതിന്റെ റിസൾട്ട് നമ്മൾ അഫക്ട് ചെയ്യുന്നത് എവിടെ ആയിരിക്കും, ഫ്ലാഗ്സിലായിരിക്കും. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ആവാം, പിന്നെ മെമ്മറി ലൊക്കേഷൻ ആവാം, രജിസ്റ്റർ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ രണ്ടും എന്താവാൻ പാടില്ല, മെമ്മറി ലൊക്കേഷൻസ് ആവാൻ പാടില്ല. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പൊ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് ക്ലിയർ ആണല്ലോ, ആൻഡ് ഓർ, എക്സോർ, ടെസ്റ്റ്, നോട്ട്. ദെൻ ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് വരുന്ന ഫസ്റ്റ് വൺ ആണ് മൂവ് ഡെസ്റ്റിനേഷൻ കോമ സോഴ്സ് അല്ലേ. അപ്പൊ നമ്മൾ ഇതുവരെ കണ്ട കുറെ പ്രോഗ്രാംസിലൊക്കെ കണ്ടായിരുന്നു മൂവ് ഡെസ്റ്റിനേഷൻ കോമ സോഴ്സ്. അപ്പൊ സോഴ്സിലെ കണ്ടന്റ് ഡെസ്റ്റിനേഷനിലോട്ട് മൂവ് ചെയ്യിക്കുക, അത്രേ ഉള്ളൂ. ട്രാൻസ്ഫർ, ഇറ്റ് കോപ്പീസ് ഓർ ട്രാൻസ്ഫേഴ്സ് ദ കണ്ടന്റ് ഓഫ് സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. അപ്പൊ സോഴ്സ് എന്ത് വേണമെങ്കിലും ആവാം, രജിസ്റ്റർ ആവാം, മെമ്മറി ലൊക്കേഷൻ ആവാം, അല്ലെങ്കിൽ എന്താണ്, ഒരു ഇമ്മീഡിയറ്റ് ഓപ്പറന്റ് ആവാം അല്ലേ. ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പാടുള്ളൂ, രജിസ്റ്റർ ഓർ മെമ്മറി ഓപ്പറന്റ്. അപ്പൊ ഡെസ്റ്റിനേഷൻ എന്തായാലും നമുക്ക് ഒരു ഓപ്പറന്റ്, ഒരു ഇമ്മീഡിയറ്റ് ഡേറ്റനെ സ്പെസിഫൈ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെന്താണ്, ബോത്ത് സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ കനോട്ട് ബി മെമ്മറി ലൊക്കേഷൻ അറ്റ് ദി സെയിം ടൈം. സോഴ്സും ഡെസ്റ്റിനേഷനും ഒരിക്കലും
മെമ്മറി ലൊക്കേഷൻസ് ആവാൻ പറ്റത്തില്ല ഒരേ സമയം. ഏതെങ്കിലും ഒന്ന് മെമ്മറി ലൊക്കേഷൻ ആവാം, പക്ഷെ രണ്ടും കൂടെ എന്താവാൻ പാടില്ല, മെമ്മറി ലൊക്കേഷൻസ് ആവാൻ പാടില്ല. കുറച്ച് എക്സാമ്പിൾസ് നോക്കിക്കേ. മൂവ് CX, 037AH. ഇപ്പൊ CX എന്നുള്ളൊരു 16-bit രജിസ്റ്റർ ആണ്. അപ്പൊ അതിനകത്ത് 037A എന്നുള്ള കണ്ടന്റ് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും അല്ലെങ്കിൽ കോപ്പി ചെയ്യും. മൂവ് AL, BL എന്ന് പറഞ്ഞാൽ എന്താണ്, BL ലെ കണ്ടന്റ് AL-ലോട്ട് കോപ്പി ചെയ്യും. BX, ഓഫ്സെറ്റ് 0301H എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ 0301 എന്നുള്ള ഓഫ്സെറ്റ് വാല്യൂ ഉള്ള മെമ്മറി ലൊക്കേഷൻ കണ്ടുപിടിച്ച് ആ മെമ്മറിയിലെ കണ്ടന്റ് എടുത്തിട്ട് വേണം BX-ലോട്ട് എന്ത് ചെയ്യാൻ, സ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ BX-ലോട്ട് കോപ്പി ചെയ്യാൻ. നെക്സ്റ്റ് ഇസ് എക്സ്ചേഞ്ച് ഡെസ്റ്റിനേഷൻ കോമ സോഴ്സ്. എക്സ്ചേഞ്ച് ഡെസ്റ്റിനേഷൻ കോമ സോഴ്സ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്, XCHG. XCHG മീൻസ് എക്സ്ചേഞ്ച്. ദിസ് ഇൻസ്ട്രക്ഷൻ എക്സ്ചേഞ്ചസ് സോഴ്സസ് വിത്ത് ഡെസ്റ്റിനേഷൻ. ഇപ്പൊ സോഴ്സിലുള്ളത് ഡെസ്റ്റിനേഷനിലോട്ടും പോവും, ഡെസ്റ്റിനേഷനിലുള്ളത് എങ്ങോട്ടും പോവും, സോഴ്സിലോട്ടും പോകും. ഇറ്റ് കനോട്ട് എക്സ്ചേഞ്ച് 2 മെമ്മറി ലൊക്കേഷൻസ് ഡയറക്ട്ലി. നമുക്ക് 2 മെമ്മറി ലൊക്കേഷൻസ് വെച്ചുകൊണ്ട് എക്സ്ചേഞ്ച് പോസിബിൾ അല്ല. ആദ്യം ഒരു രജിസ്റ്ററിലാക്കിയിട്ട് ആ രജിസ്റ്ററിൽ നിന്ന് മെമ്മറി ലൊക്കേഷൻസുമായിട്ട് എന്ത് ചെയ്യാം, എക്സ്ചേഞ്ച് ചെയ്യാം. പക്ഷേ ഒരിക്കലും 2 മെമ്മറി ലൊക്കേഷൻസും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. XCHG DX, AX എന്താ ചെയ്യുന്നത്, DX-ലെ കണ്ടന്റ് AX-ലും കൊടുക്കും, AX-ലെ കണ്ടന്റ് എന്ത് കൊടുക്കും, DX-ലും കൊടുക്കും. ഓക്കെ ആണല്ലോ. Next is in accumulator, port address and out port address, accumulator. അപ്പൊ അതിനകത്ത് തന്നെ ഉണ്ട് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇൻ ചെയ്യുക. ഇറ്റ് ട്രാൻസ്ഫേഴ്സ് ദ ഓപ്പറൻഡ് ഫ്രം സ്പെസിഫൈഡ് പോർട്ട് ടു അക്യുമുലേറ്റർ രജിസ്റ്റർ. നമുക്കിവിടെ പോർട്ട് അഡ്രസ്സ് കൊടുക്കാം. ഏത് പോർട്ടിലെ കണ്ടന്റ് ആണ് നമുക്ക് അക്യുമുലേറ്ററിലോട്ട് കൊടുക്കേണ്ടത്, ആ പോർട്ട് അഡ്രസ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കണ്ടന്റ് എടുത്തിട്ട് എന്ത് ചെയ്യും, ഈ അക്യുമുലേറ്ററിലോട്ട് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. അതാണ് എന്ത് ഇൻ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് എടുക്കുകയാണ്. അപ്പം ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഇൻ AX, 0028H. 0028 എന്നുള്ള പോർട്ട് അഡ്രസ് എന്നുള്ള വാല്യൂ എടുത്തിട്ട് AX-ലോട്ട് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. ഔട്ട് പോർട്ട് അഡ്രസ്, അക്യുമുലേറ്റർ. ഔട്ട് പോർട്ട് അഡ്രസ് നമുക്ക് ന്യൂപ്പിന്ന് പുറത്തേക്ക് കൊടുക്കണം അല്ലെ. അപ്പൊ അക്യുമുലേറ്ററിലെ കണ്ടന്റ് എടുത്തിട്ട് ഔട്ട് ചെയ്യും. ഇറ്റ് ട്രാൻസ്ഫേഴ്സ് ദ ഓപ്പറേൻഡ് ഫ്രം അക്യുമുലേറ്റർ ടു സ്പെസിഫൈഡ് പോർട്ട്. അപ്പൊ തിരിഞ്ഞു പോകരുത്. ഇൻ അക്യുമുലേറ്റർ, പോർട്ട് അഡ്രസ്സും ഔട്ട് പോർട്ട് അഡ്രസ്, അക്യുമുലേറ്റർ. ഇതാണ് എന്ത് ഫോർമാറ്റ്. ഔട്ട് 0028H എന്ന് പറഞ്ഞാൽ എന്താണ്, ഔട്ട്പുട്ട് പോർട്ടിൽ നിന്ന് AX-ലോട്ട് എന്ത് ചെയ്യിക്കും, ഈ ഔട്ട്പുട്ട് പോർട്ടിലെ കണ്ടന്റ് 0028H എന്നുള്ള കണ്ടന്റ് എടുത്തിട്ട് AX-ലോട്ട് എന്ത് ചെയ്യിക്കും, കോപ്പി ചെയ്യിക്കും അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യിക്കും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഒരു ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ ആണ് ലോഡ് എഫക്റ്റീവ് അഡ്രസ്, LEA. അപ്പൊ ലോഡ് എഫക്റ്റീവ് അഡ്രസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് രജിസ്റ്റർ, സോഴ്സ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഒരു രജിസ്റ്റർ കൊടുക്കണം, അതിനുശേഷം സോഴ്സ് കൊടുക്കുക. അപ്പൊ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ലോഡ്സ് എ 16-bit രജിസ്റ്റർ വിത്ത് ദ ഓഫ്സെറ്റ് അഡ്രസ് ഓഫ് ദി ഡേറ്റ സ്പെസിഫൈഡ് ബൈ ദി സോഴ്സ്. അപ്പൊ ആ സോഴ്സ് സ്പെസിഫൈ ചെയ്യുന്നതിന്റെ സോഴ്സ് എന്താണോ സ്പെസിഫൈ ചെയ്യുന്നത് അതിന്റെ ഓഫ്സെറ്റ് അഡ്രസ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു 16-bit രജിസ്റ്ററിലേക്ക് എന്ത് ചെയ്യും, ലോഡ് ചെയ്യിക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണ് എന്ത്, LEA. അപ്പൊ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. LEA DX, DI. അപ്പൊ എന്താ ഇതിന് ചെയ്യുന്നത്, ഇൻസ്ട്രക്ഷൻ ലോഡ്സ് കണ്ടന്റ്സ് ഓഫ് DI. കണ്ടന്റ്സ് ഓഫ് DI എന്ന് പറഞ്ഞാൽ DI-യിലുള്ള വാല്യൂ, അതായത് ഓഫ്സെറ്റ് വാല്യൂ. ആ ഓഫ്സെറ്റ് വാല്യൂവിനെ എടുത്ത് എങ്ങോട്ടേക്ക് പേസ്റ്റ് ചെയ്യും, അത് BX രജിസ്റ്ററിലോട്ട് എന്ത് ചെയ്യും, കോപ്പി ചെയ്യും അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യും. അതായത് ആ അഡ്രസ് ആണ് ഇവിടെ ലോഡ് ചെയ്യുന്നത്, അല്ലാതെ കണ്ടന്റ് അല്ല. കണ്ടന്റ് നമ്മൾ മൂവ് ചെയ്യിക്കാൻ മൂവ് ഇൻസ്ട്രക്ഷനും ഒക്കെ ഉപയോഗിച്ചു. ഇതാണെങ്കിൽ ആ ഓഫ്സെറ്റ് അഡ്രസ് എന്താണോ ആ അഡ്രസ് ആ 16-bit രജിസ്റ്ററിലേക്ക് എന്ത് ചെയ്യും, കോപ്പി ചെയ്യും. അതാണ് എന്ത്, ലോഡ് എഫക്റ്റീവ് അഡ്രസ്. നെക്സ്റ്റ് ഇസ് ലോഡ് ഡേറ്റ സെഗ്മെന്റ് ഓർ ലോഡ് എക്സ്ട്രാ സെഗ്മെന്റ് ഡെസ്റ്റിനേഷൻ, സോഴ്സ്. അപ്പൊ LDS bar LES ഇൻസ്ട്രക്ഷൻ ആണ്. അതിന്റെ ഫോർമാറ്റ് ഡെസ്റ്റിനേഷൻ, സോഴ്സ് ആണ്. അപ്പൊ ഇതിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ലോഡ്സ് 32-bit പോയിന്റർ ഫ്രം മെമ്മറി സോഴ്സ് ടു ദി ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ ആൻഡ് ഡേറ്റ സെഗ്മെന്റ് ഓർ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ ആൻഡ് എക്സ്ട്രാ സെഗ്മെന്റ്. അപ്പൊ ഇതിനകത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതാണ് ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. LDS BX, 5000H. അപ്പൊ എന്താണ് ഇവിടെ ഡേറ്റ സെഗ്മെന്റ് ആണ് ലോഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ BX എന്നുള്ള ഡെസ്റ്റിനേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 5000-ലെ കണ്ടന്റ് XX ആണ്. അതെടുത്തിട്ട് BX-ലെ ലോവർ പൊസിഷനിൽ പ്ലേസ് ചെയ്യും. ദെൻ 5001-ലെ കണ്ടന്റ് എവിടെ പ്ലേസ് ചെയ്യും, BX-ലെ
അപ്പർ ഓർഡറിൽ പ്ലേസ് ചെയ്യും. നെക്സ്റ്റ് എന്താണ്, ഇത് മാത്രമല്ല ഇത് ചെയ്യുന്നത്, ബാക്കിയുള്ള റിമൈനിങ് ലൊക്കേഷൻസിലെ വാല്യൂസിനെ എടുത്തിട്ട് DS ആ കൊടുത്തതെങ്കിൽ ഡേറ്റാ സെഗ്മെന്റിൽ സ്റ്റോർ ചെയ്യും, ES ആണ് കൊടുത്തതെങ്കിൽ എക്സ്ട്രാ സെഗ്മെന്റ് സ്റ്റോർ ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കിയ റിമൈനിങ് വാല്യൂസ് ആണ്, അത് ഇവിടെയും കൊടുത്തു, ഡേറ്റാ സെഗ്മെന്റിൽ കൊടുത്തു. NN എന്നുള്ള ഈ വാല്യൂ ഡേറ്റാ സെഗ്മെന്റിലെ ഹയർ ഓർഡറിൽ കൊടുത്തു. ഇനി നമ്മൾ ഈ എക്സ്ട്രാ സെഗ്മെന്റ് ഓപ്പറേഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ സെയിം പ്രൊസീജിയർ തന്നെ. BXൽ ഈ വാല്യൂ കിട്ടും, BXൽ വാല്യൂസ് ഇത് കിട്ടും, പിന്നെ ബാക്കിയുള്ള വാല്യൂസ് എവിടാ കിട്ടുന്നത്, എക്സ്ട്രാ സെഗ്മെന്റിലായിരിക്കും. ഇതാണ് എന്ത്, ലോഡ് ഡേറ്റാ സെഗ്മെന്റ് ബാർ ലോഡ് എക്സ്ട്രാ സെഗ്മെന്റ് ഓപ്പറേഷൻ. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ ആണ് LAHF, SAHF, PUSHF, POPF. ഇതെല്ലാം ഫ്ലാഗ് രജിസ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പൊ നോക്കി, LAHF എന്താണ്, ഇറ്റ് കോപ്പീസ് ദി ലോവർ ബൈറ്റ് ഓഫ് ഫ്ലാഗ് രജിസ്റ്റർ ടു AH രജിസ്റ്റർ. അതായത് നമുക്കറിയാം ഫ്ലാഗ് ഒരു 16-bit രജിസ്റ്റർ ആണ്, അതിന്റെ ലോവർ കണ്ടന്റ്, ലോവർ ബൈറ്റ് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കും, ലോവർ ബൈറ്റ് എന്ന് പറഞ്ഞാൽ ലോവർ 8 ബിറ്റ്സിലെ വാല്യൂസ് AHലേക്ക് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും, ലോഡ് ചെയ്യിക്കും അല്ലേ. അതാണ് എന്ത്, ലോഡ് AHF. Then SAHF എന്താണ്, ഇറ്റ് കോപ്പീസ് ദി കണ്ടന്റ്സ് ഓഫ് AH ടു ലോവർ ബൈറ്റ് ഓഫ് ഫ്ലാഗ് രജിസ്റ്റർ. അപ്പൊ AH രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു 16-bit രജിസ്റ്റർ ആണ്, ആ രജിസ്റ്ററിലെ കണ്ടന്റ് ഫ്ലാഗ് രജിസ്റ്ററിലേക്ക് കോപ്പി ചെയ്യിക്കാൻ എന്ത് ചെയ്യാം, SAHF എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കുക. നെക്സ്റ്റ് എന്താണ്, PUSHF. പുഷും പോപ്പും നമുക്ക് പഠിക്കാം. ഇപ്പം PUSHF എന്താന്ന് പറഞ്ഞാൽ ഇറ്റ് പുഷസ് ഫ്ലാഗ് രജിസ്റ്റർ ടു ടോപ്പ് ഓഫ് സ്റ്റാക്ക്. അതായത് ഫ്ലാഗ് രജിസ്റ്ററിലെ വാല്യൂ എങ്ങോട്ടേക്ക് പോകും, സ്റ്റാക്കിന്റെ ടോപ്പിലേക്ക് സ്റ്റോർ ചെയ്യും. അതുപോലെ പോപ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാക്കിലെ വാല്യൂ ഫ്ലാഗ് രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പുഷും പോപ്പും ഓപ്പറേഷൻ അല്ലെ. പുഷ് ആൻഡ് പോപ്പ്, ഇത് രണ്ട് ഓപ്പറേഷൻസും അരിത്തമാറ്റിക് ഓപ്പറേഷൻസും സ്റ്റാക്ക് രജിസ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന ഓപ്പറേഷൻസ് ആണ്. അപ്പൊ നോക്കിക്കേ, ഇവിടെ പുഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പറൻഡിനെ സ്പെസിഫൈ ചെയ്യും, പോപ്പ് എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനേഷനിലെ സ്പെസിഫൈ. അപ്പൊ പുഷ് എന്ന് പറഞ്ഞാൽ പുഷ് ടു സ്റ്റാക്കും, പോപ്പ് എന്ന് പറഞ്ഞാൽ പോപ്പ് ഫ്രം സ്റ്റാക്കും ആണ്. ഇപ്പൊ സ്റ്റാക്കിലേക്ക് കൊടുക്കാൻ നമ്മൾ പുഷും, സ്റ്റാക്കിൽ നിന്ന് തിരിച്ച് റിട്രീവ് ചെയ്യാൻ നമ്മൾ എന്താ എടുക്കുന്നത്, പോപ്പും. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സബ് പ്രോഗ്രാംസിനെയൊക്കെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന മ്യൂപ്പിലെ ഒരു ഭാഗമാണ് എന്ത്, സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പൊ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണ്, പുഷ് BX എന്ന് പറഞ്ഞാൽ ആ ഓപ്പറൻഡിനെ നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കും, അത് സ്റ്റാക്കിലേക്ക് കൊടുക്കണം. ദെൻ പോപ്പ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പോപ്പ് AX എന്ന് പറഞ്ഞാൽ ആ പോപ്പ് ഫ്രം സ്റ്റാക്ക് അല്ലെ, സ്റ്റാക്കിൽ നിന്ന് ആ വാല്യൂ എടുത്ത് AXലേക്ക് കൊടുക്കുക. അങ്ങനെയാണ് അത് മീൻ ചെയ്യുന്നത്. അപ്പൊ ആ എടുക്കുന്നതിനും വെക്കുന്നതിനും കുറച്ച് രീതികളുണ്ട്, അത് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. പിന്നെ ഒരു കാര്യം, പോപ്പിലാത്താണെങ്കിൽ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സും സെഗ്മെന്റ് രജിസ്റ്റേഴ്സും ഉപയോഗിക്കാം, മെമ്മറി ലൊക്കേഷനും ആവാം ഈ ഡെസ്റ്റിനേഷൻ. ബട്ട് എന്താ ഒരിക്കലും ഡെസ്റ്റിനേഷൻ ആയിട്ട് കൊടുക്കാൻ പാടില്ല. അപ്പൊ അതിന് എക്സാമ്പിൾ നോക്കിക്കേ, ഇതാണ് പുഷ് AX എന്നുള്ള ഇൻസ്ട്രക്ഷൻ. അപ്പൊ പുഷ് AX എന്നൊരു ഇൻസ്ട്രക്ഷൻ വരുമ്പോഴത്തേക്കും സ്റ്റാക്കിൽ എന്താണോ ഇപ്പോൾ ഉള്ള കറണ്ട് ലൊക്കേഷൻ, ആ സ്റ്റാക്ക് പോയിന്റർ എന്താവും, ഒന്ന് കുറയും. സ്റ്റാക്ക് പോയിന്റർ ഒന്ന് കുറയും. അതായത് സ്റ്റാക്ക് പോയിന്റർ എന്ന് പറഞ്ഞാൽ സ്റ്റാക്കിന്റെ മെമ്മറിയുടെ ഓഫ്സെറ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഓർക്കുക, സ്റ്റാക്ക് ഇപ്പൊ എവിടാണോ പോയിന്റ് ചെയ്തിരിക്കുന്നത് അവിടെ ഒരു കണ്ടന്റ് ഉണ്ടാവുമല്ലോ, അത് അവിടെ തന്നെ കാണും. അതിന് പകരം അതൊന്ന് കുറയും, ഡിക്രിമെന്റ് ബൈ 1. എന്നിട്ട് ഈ AX എന്ന് പറഞ്ഞാൽ AHAL രജിസ്റ്റർ ആണ് അല്ലേ. അപ്പൊ AL കണ്ടന്റ് എടുത്തിട്ട് ഇപ്പൊ ഒന്ന് കുറഞ്ഞില്ലേ, ആ ലൊക്കേഷനിലോട്ട് കോപ്പി ചെയ്യും. ദെൻ ഒന്നും കൂടെ ഡിക്രിമെന്റ് ചെയ്യും. ഡിക്രിമെന്റ് ചെയ്തിട്ട് AH കണ്ടന്റ് എടുത്തിട്ട് F55H എന്നുള്ള കണ്ടന്റ് എടുത്തിട്ട് അടുത്ത ലൊക്കേഷനിലോട്ട് സ്റ്റോർ ചെയ്യും. അപ്പൊ ഇവിടെ ഇൻ ടോട്ടൽ എത്ര ഡിക്രിമെന്റ് നടക്കുന്നു, സ്റ്റാക്ക് പോയിന്റർ 2 വാല്യൂസ് ഡിക്രിമെന്റ് ചെയ്തിട്ടാണ് AXലെ കണ്ടന്റ് എടുത്ത് സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ഒന്ന് ഡിക്രിമെന്റ് ചെയ്തിട്ട് ALലെ കണ്ടന്റ് എടുക്കും, ദെൻ ഒന്നും കൂടെ ഡിക്രിമെന്റ് ചെയ്തിട്ട് AHലെ കണ്ടന്റ് എടുക്കും. ദിസ് ഈസ് പുഷ് ഓപ്പറേഷൻ. സിമിലർലി പോപ്പ് ഓപ്പറേഷൻ എന്തായിരിക്കും ചെയ്യുന്നത്, പോപ്പ് ഓപ്പറേഷൻ എന്താ ചെയ്യുന്നത്, ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിക്കേ, പോപ്പ് AX. പോപ്പ് AX എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്, പോപ്പ് ഫ്രം സ്റ്റാക്ക് ആണ് അല്ലേ. അപ്പം
ഇവിടെ നിന്നുള്ള കണ്ടന്റ് നമുക്ക് AXലോട്ട് എന്ത് ചെയ്യിക്കണം, സ്റ്റോർ ചെയ്യിക്കണം. അപ്പൊ എങ്ങനെയാ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ മറ്റെടുക്ക 2 ഡിക്രിമെന്റ് ആ നടന്നതെങ്കിൽ പോപ്പിൽ 2 എന്താണ് ഇൻക്രിമെന്റ് ഓപ്പറേഷൻ നടക്കുന്നത്. അപ്പൊ ഫസ്റ്റ് current of stack top memory location is stored in AL and SP is incremented by 1. അതായത് ഇപ്പൊ എവിടെയാണോ നിൽക്കുന്നത് സ്റ്റാക്ക് പോയിന്റർ, ആ ലൊക്കേഷനിലുള്ള കണ്ടന്റ് എടുത്തിട്ട് എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും? ALലോട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പൊ 22നെ എടുത്തിട്ട് AL സ്റ്റോർ ചെയ്യും. എന്നിട്ട് എന്താണ്, ഒന്നും കൂടെ ഇൻക്രിമെന്റ് ചെയ്തിട്ട് അടുത്ത കണ്ടന്റ് എന്താണ് 55H. ആ കണ്ടന്റിനെ എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും? AHലോട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ ആണല്ലോ. ഇപ്പൊ പോപ്പ് AX ചെയ്യുന്നത് എന്താണ്, ഇപ്പൊ നിൽക്കുന്ന കറണ്ട് ലൊക്കേഷനിലെ സ്റ്റാക്ക് പോയിന്റർ നിൽക്കുന്ന ലൊക്കേഷനിലെ കണ്ടന്റ് എടുത്തിട്ട് ALലോട്ട് ലോവർ ബിറ്റിലോട്ട് സ്റ്റോർ ചെയ്യും, AXന്റെ ലോവർ ബിറ്റിലോട്ട് സ്റ്റോർ ചെയ്യും. അതുപോലെ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തിട്ട് അടുത്ത പൊസിഷനിലെ കണ്ടന്റ് എടുത്തിട്ട് AHലോട്ട് സ്റ്റോർ ചെയ്യും. അപ്പൊ ഇവിടെ ഒരു ഇൻക്രിമെന്റ് ആയുള്ളല്ലോ. ഈ ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം സ്റ്റാക്ക് പോയിന്റർ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് അങ്ങനെ നിൽക്കും. അതായത് അടുത്ത പൊസിഷനിൽ എന്താണോ വരേണ്ടത് അത് വന്നോളൂ നോർമൽ എക്സിക്യൂഷനിൽ. അപ്പോൾ ഒന്നും കൂടെ ഇൻക്രിമെന്റ് ചെയ്ത് അടുത്ത പൊസിഷനിൽ സ്റ്റാക്ക് പോയിന്റർ പോയിന്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഇവിടെ എത്രയാണ്? സ്റ്റാക്ക് പോയിന്റർ ഈസ് ഇൻക്രിമെന്റഡ് ബൈ 2 ആണ് അല്ലേ? മറ്റേടുക്കുകയാണെങ്കിൽ സ്റ്റാക്ക് പോയിന്റർ ഈസ് ഡിക്രിമെന്റഡ് ബൈ 2 ആണ്. ഓക്കെ ആണല്ലോ. പുഷ് ആൻഡ് പോപ്പ് ഓപ്പറേഷൻ. പുഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാക്കിലേക്ക് കൊടുക്കുന്നു, അവിടെ ഏത് രജിസ്റ്റർ ആണെന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക, ആ കണ്ടന്റ് അതിലേക്ക് എടുക്കുന്നത് 2 സ്റ്റാക്ക് പോയിന്റർ ഡിക്രിമെന്റ് ചെയ്തിട്ടാണ്. ഇവിടെ ആണെങ്കിൽ സ്റ്റാക്കിൽ നിന്ന് നമുക്ക് കണ്ടന്റിലോട്ട് എടുക്കുന്നത് ആ 2 പൊസിഷൻ ഇൻക്രിമെന്റ് ചെയ്തിട്ട് അവിടെ നിന്നാണ് എങ്ങോട്ടേക്ക് കൊടുക്കുന്നത്? ആ രജിസ്റ്ററിലോട്ട് കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി നെക്സ്റ്റ് കുറച്ച് ഇൻസ്ട്രക്ഷൻ സെറ്റുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇൻസ്ട്രക്ഷൻ സെറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് MCQs പോവാം, അല്ലെങ്കിൽ നമ്മുടെ പോർഷൻസ് ഡിലേ ആവും. ഫുൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് നോക്കിയിട്ട് MCQs ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി റിമൈനിങ് ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻ സെറ്റും കൂടെ നോക്കിയിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാംസും കൂടെ എക്സിക്യൂട്ട് ചെയ്യാം. ദെൻ ഇന്ററപ്റ്റ്സും കൂടെ നോക്കണം. അത്രയാവുമ്പോഴേ 8086 കംപ്ലീറ്റ് ആവത്തുള്ളൂ. താങ്ക് യു.